ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരി അരക്കില്ലേ, ആ സമയത്ത് നമ്മൾ അരക്കുന്ന സമയം കുറച്ച് വൈകിപ്പോയി, നമ്മൾ മറന്നുപോയി. അങ്ങനെയുള്ള സമയങ്ങളിൽ എളുപ്പത്തിൽ നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി വരാനുള്ള ഒരു ടിപ്സ് ആൻഡ് ട്രിക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു കപ്പിൽ അരി ഇട്ട് കൊടുക്കണം. പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ ഉപയോഗിക്കാം. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 2 കപ്പ് ഇഡ്ഡലി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ കപ്പ് എന്ന് പറയുന്നത് ഒരു 250 ml ഒരു കപ്പാണ് കേട്ടോ. അരി എടുത്ത അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 6-7 മണിക്കൂറോളം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാനിവിടെ 7 മണിക്കൂറോളം അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ മറന്നുപോയി വൈകുന്നേരം അരി അടിക്കാനായിട്ട്. അപ്പോൾ ലേറ്റായിട്ടാണ് ഇപ്പോൾ അരി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മാവ് എത്ര ലേറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവ് എങ്ങനെയാണ് പൊന്തി വരുന്നതെന്നുള്ളതിനുള്ള ടിപ്പാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി 7 മണിയായേ. അതുപോലെ തന്നെ രാവിലെ എനിക്ക് 5 മണിക്ക് മുമ്പായിട്ട് ഇത് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആയിട്ട് ചുടാൻ വേണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇഡ്ഡലിക്കുള്ള ഒരു കൂട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മാവിലേക്ക് ഞാൻ 1/4 കപ്പ് ചോറാണ്, നമ്മൾ ഈ ഫുൾ മാവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ, ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി അരക്കുന്നതെങ്കിൽ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരക്കരുത്. കുറച്ചൊരു തരിതരിപ്പ് വേണം, എന്നാലും ഇഡ്ഡലി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ എല്ലാം അരച്ചെടുക്കാം. ഇനി നമ്മുടെ മിക്സിയിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയാണ് ഇപ്പം നമ്മുടെ മാവ് ഇരിക്കുന്നത്, എന്തോരം പാകമുണ്ട്, എന്തോരം ലൂസാണ്, ടൈറ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു പൊടിക്ക് ലൂസ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പൊടിക്കും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ പൊക്കി ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു 2 മിനിറ്റ്. അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം. നേരം വൈകിയത് മാത്രമല്ല, ഇവിടെ ഇപ്പം നല്ല തണുപ്പുമാണേ. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് ഒന്ന് അങ്ങോട്ട് മൂടി വയ്ക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കണം. വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊമ്മളകൾ വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് മൂടി വയ്ക്കുക. ഒരു വേറൊരു പാത്രം ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി ഇതുപോലെ ഒരു പാത്രം ഉപയോഗിച്ച് മൂടി വയ്ക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും തിളച്ച് നല്ലതുപോലെ ആവി വരേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂടുണ്ടാവണം. തിളക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് നിർത്തിയിട്ട് ആ ഒരു വെള്ളമാണ് നമ്മളിതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് രാവിലെ നോക്കാം നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ 5 മണി ആയിട്ടില്ല. നമുക്ക് മാവ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ പൊളിച്ച് പൊന്തി വരും. അപ്പോൾ അതേ നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും വൈകിയാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നല്ലതുപോലെ അടിയിലോട്ടും ഒക്കെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കണം. കണ്ടോ എത്ര ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഇതുപോലെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. വെള്ളം കൂടിപ്പോവാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് ഇനി ഇഡ്ഡലി നമുക്ക് ചൂടാം. അപ്പം നമ്മുടെ ഇഡ്ഡലി തട്ട് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കാം, എളുപ്പത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രം ഓൾറെഡി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആവി വന്നതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. തീ കൂട്ടി തന്നെ വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് തുറന്നു നോക്കാം. ഇതേ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വീർത്ത് വന്നിട്ടുള്ള ഇഡ്ഡലിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്പൂണൊന്ന് നനച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്നും ഇഡ്ഡലിയെല്ലാം നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ എൻ്റെ 2 തട്ടിലുള്ള ഇഡ്ഡലിയും നല്ലതുപോലെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. 3ാമത്തെ തട്ടിൽ വന്നപ്പോൾ കണ്ടോ, 2ാമത്തെ തട്ടിൽ ആ ലാസ്റ്റത്തെ പാർട്ട് ഇതുമ്മ വന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആയിപ്പോയേ. അപ്പോൾ ഇത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ടിപ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ മാവ് ഉപയോഗിച്ച് ഞാൻ ദോശയും ഒന്ന് ചുട്ട് കാണിച്ചു തരുന്നുണ്ട്. ദോശയ്ക്കാണെങ്കിലും നല്ലതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ദോശയ്ക്ക് മാത്രമാണ് നമ്മൾ മാവ് അരക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. തരി ആവശ്യമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടായി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കരിമുറ എന്ന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.